നമസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ മന്ത്രി സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് സാന്ദ്ര രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്തപക്ഷം സർക്കാർ പുറത്താക്കുകയോ ചെയ്യണമെന്നും ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി രാജിവെക്കണമെന്നും സാന്ദ്ര തോമസ് അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സാന്ദ്രയുടെ: സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നു. ആദരണീയയും പ്രഗത്ഭ നടിയെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചിട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തികച്ചും അപലപനീയവും പ്രതിഷേധാർഹവും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവുമാണ്. സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിലൂടെ പുറത്തുവരുന്നത്. ഗുരുതരമായ ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്തപക്ഷം ഗവൺമെൻറ് അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണം. ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ശ്രീ രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാനും രാജിവെക്കണം. രഞ്ജിത്തിനെ സംരക്ഷിച്ച് മന്ത്രി സജി ചെറിയാൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ സാന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധം പുകയുന്നത്. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ്. വസ്തുത പരിശോധിക്കേണ്ടതുണ്ട്. ആക്ഷേപത്തിൽ കേസെടുക്കില്ല, പരാതിയുണ്ടെങ്കിൽ കേസെടുക്കും എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ പ്രതികരിച്ചത്. സർക്കാർ ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി പറഞ്ഞു. കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്താൻ സാധിക്കൂ എന്നും ആയിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മാധ്യമങ്ങൾ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതനാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ്. ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി നൽകിയതാണ്. ആരോപണവും രഞ്ജിത്തിൻ്റെ മറുപടിയുമാണ് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നുമാണ് സാംസ്കാരിക മന്ത്രിയുടെ നിലപാട്. രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. സജി ചെറിയാൻ്റെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഈ നിലപാട് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു നടി, അതും ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭയായ ഒരു നടി, ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ആ ആരോപണത്തിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും പരാതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സജി ചെറിയാൻ സ്വീകരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പ്രഗത്ഭനായ കലാകാരനാണ്, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ കലാകാരനാണ് എന്ന ഒരു അഭിപ്രായവും മന്ത്രി പറയുന്നുണ്ട്. CPMൻ്റെ നോമിനിയായിട്ടാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായത്. നേരത്തെ ഈ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് CPM ആണ് എന്ന ഒരു അഭിപ്രായം സജി ചെറിയാൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ CPMന് രഞ്ജിത്തിനെ പുറത്താക്കണം എന്ന ഒരു തീരുമാനം തന്നെയാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം രഞ്ജിത്തിന് എതിരാണ് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPM ആണ് നടപടി എടുക്കേണ്ടത് എന്ന് മന്ത്രി സജി ചെറിയാന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാണ്, സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമാണ്. അവിടുത്തെ ചെയർമാനെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് CPM എന്ന പാർട്ടിയാണോ? ഒരിക്കലുമല്ല. സർക്കാർ സംവിധാനങ്ങളാണ് അതിൽ നടപടിയെടുക്കേണ്ടത്. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമാണ് നടപടിയെടുക്കേണ്ടത്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ നടപടിയെടുക്കാൻ ഉള്ള അധികാരമുള്ളവരാണ്. ഇത്തരത്തിൽ ബാലിശമായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ കണ്ണും പൂട്ടി സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.